ഹലോ ബോയ്സ്, ഇന്ന് നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ CPU. കമ്പ്യൂട്ടറിൻ്റെ എന്താ പറയുക, ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന സാധനമാണ് ഈ CPU. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് രണ്ട് സ്ക്രൂവിലാണ് മൊത്തം നിൽക്കുന്നത്. നോക്കൂ ഗൈസ്, ഒരു എന്താ പറയുക, ഒരു CPU-നുള്ള സാധനങ്ങളാണിത്. ഇത് SMBS, ഇത് CD ഡ്രൈവ്, പിന്നെ ഇതൊരു ഹാർഡ് ഡിസ്ക്, രണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട് ഇതിൻ്റെ. സാധാരണ യൂഷ്വലി ഒരു ഹാർഡ് ഡിസ്ക് സാധാരണ വരാറുള്ളൂ. ഇപ്പോൾ കപ്പാസിറ്റി കൂട്ടാനായിട്ടായിരിക്കും ഒരു പക്ഷേ രണ്ട് ഹാർഡ് ഡിസ്ക് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരു മദർ ബോർഡ്. ഇത് ചൈന അല്ല കേട്ടോ, ഒറിജിനൽ ബോർഡാണ് തോന്നുന്നു. ഇപ്പോൾ വരുന്ന ചൈന ബോർഡാണ് കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഈ സൈഡ് കാണുന്നത് ഇതാ, എല്ലാം ഈ സൈഡാണുള്ളത്. ഈ സൈഡ് അയക്കുന്നത് ഓക്കെ. ആദ്യം തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് കഴിക്കാം. എല്ലാം ഓരോരോ സ്ക്രൂവിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി 320 GB, 320 GB. ഇത് എത്ര GB ആണ്? ഇത് 160 GB, 160 GB. ഇത് CD ഡ്രൈവ്. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് നമുക്ക് കൈ കിടന്നിട്ട് ഇറക്കണമല്ലോ. എല്ലാം ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് നമ്മൾ നേരെ പുറത്തേക്കാണ് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ CD ഡ്രൈവ്. സാംസങ്ങിൻ്റെ ആണ്. കത്തിയിരിക്കുകയാണ് തോന്നുന്നു. ഇത് വേണമായിട്ടുണ്ട്. ഇതിനുള്ളത് SMBS ആണ്. ഇത് ഈ സാധനം, ഇതാണ് SMBS. ഈ കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നതിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു മറ്റേ സാധനം അത് ഇതാണ്. എന്താ പറയുക, നല്ലൊരു ഘടകം പ്രവർത്തിപ്പിക്കാൻ. ഇത് വരുന്നില്ലല്ലോ ഗൈസ്, വരുന്നില്ലല്ലോ ഗൈസ്. ഇതാണ് ഗൈസ് SMBS. ഇതാണ് SMBS എന്ന് പറയുന്ന സാധനം. ഇതൊരു ചൈന SMBS ആണ്. ഇതുണ്ടോ, ഇത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിനലാണോ എന്താണെന്നറിയില്ല. ഇത് ചൈന എന്നാണ് പറയുന്നത്. ഈ ബ്ലാക്ക് വരുന്നത് ചൈനയാണ്. ഓക്കെ, ഇതൊരു ചൈന SMBS ആണ്. പിന്നെ ഉള്ളതാണ് ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്. ഓക്കെ, ഇതിൻ്റെ ഒരു 5-6 സ്ക്രൂ ഉണ്ട്. ഇൻ്റലിൻ്റെ ആണ്. ഇറക്കുമല്ലോ ഗൈസ്, എന്താണാവോ.
ഇനി എവിടെയാണ് ഇതിൻ്റെ സ്ക്രൂ മുടിഞ്ച് വച്ച ഇല്ലല്ല ഇനി എവിടെയോ ഒരു സ്ക്രൂ കാണുമല്ലോ അതിൻ്റെ ഒക്കെ സാധനങ്ങളല്ല എന്താണ് ഗൈസ് മുമ്പരാത്ത് ഗൈസ് ഉണ്ട് ഗൈസ് സ്ക്രൂ ഉണ്ട് ഗൈസ് ഇനിയും ആവശ്യം സ്ക്രൂ ഉണ്ട് ഗൈസ് എവിടെ ഗൈസിനടുത്ത് സ്ക്രൂ ദാണ്ടത് ഇവിടെ ഓക്കെ അപ്പോൾ നമ്മൾ വിജയകരമായി ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു ഗൈസ് ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ് അവനാണ് ഇതിൻ്റെ പ്രവർത്തിപ്പിക്കുന്നതെല്ലാം ഇതിൻ്റെ എല്ലാം ഇത് ഫാനാണിത് ഇത് ഇവനെ ബോർഡ് അഹോരാത്രം പണിയെടുക്കുമ്പോൾ ബോർഡിനെ തണുപ്പിക്കുന്ന സാധനം ബോർഡിനെയാണ് എന്താണ് ബോർഡല്ലേ ചൂടാണ് അപ്പോൾ അതിനെ തണുപ്പിക്കുന്ന സാധനം ഇങ്ങനെ ഊരാണ് ഇതിൻ്റെ ലോക്ക് ഇതാണ് ഗൈസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ലോക്കാണ് കേട്ടോ ഐ തിങ്ക് ഇതിങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പം വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം ഇതേപോലെ അങ്ങോട്ട് പൂക്കിയെടുക്കുക അപ്പോൾ പിന്നെ ഇങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല അല്ലല്ലോ ഓക്കെ ഗൈസ് ഇതാണ് അവൻ്റെ ഫാൻ നല്ല രസമുള്ള ഫാനാണ് കേട്ടോ അതിൻ്റെ ഓക്കെ ചില പിള്ളേരൊക്കെ എന്തൊക്കെയോ ഇത് വെച്ചുള്ള പരിപാടി നടത്തുന്നതാണ് ബാറ്ററിയിലേക്ക് കൊടുക്കും ഇതുമായിട്ട് ഇതെന്തിനാണാവോ ഒരു ചക്രം പോലത്തെ ഒരു സാധനം ഫാനിൻ്റെ താഴെ ഇരുന്ന് വെച്ചതാണ് ഇവിടെ ഇരുന്ന് വെച്ചാണ് ഇങ്ങനെ ഇരുന്ന് വെച്ചതാണ് എന്താണോ ഇതിൻ്റെ ഉപയോഗം പർപ്പസ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല ഓക്കെ അലൂമിനിയമാണ് ഇത് അലൂമിനിയമാണ് കേട്ടോ ഗൈസ് ഇത് അലൂമിനിയം ഇത് പ്ലാസ്റ്റിക്കാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവനാണ് അതിൻ്റെ IC എന്ന് പറയുന്ന സാധനം ഇതാണെന്ന് തോന്നുന്നു IC എന്തോ എനിക്ക് തോന്നുന്നു ചിപ്പോ അങ്ങനെ ഏതാണ്ടൊക്കെ പറയുമല്ലോ ഇനി അതാണിത് ഇതിൽ നിന്നാണ് ഗോൾഡ് വേർതിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഇത് ഈ സാധനത്തിൽ നിന്ന് ഇതിൽ നിന്ന് ഇത് കണ്ടോ ഗൈസ് ഇത് ഭയങ്കര വിലയാണ് ഈ സാധനം ഇതിൻ്റെ അകത്ത് നിന്നാണെന്ന് തോന്നുന്നു ഗോൾഡ് വേർതിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഗോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല എത്രയോ മൈന്യൂട്ടായിട്ടുള്ള പെർസെൻറ്റേജ് ഗോൾഡ് ഇതിൻ്റെ അകത്തുണ്ട് ഇതാണ് റീസൈക്കിൾ ചെയ്ത് ഇതൊക്കെ കൊണ്ടുപോകണത് തന്നെ മെയിനായിട്ട് ഇത് ജീവിക്കാനായിട്ടാണ് ഗോൾഡ് റീസൈക്കിൾ ചെയ്യിക്കാനായിട്ടാണ് ഈ സാധനമൊക്കെ എടുക്കുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ അകത്താണ് ആ സാധനം ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടാവും പിന്നെ ഇതിരിക്കുന്ന സ്ഥലം ഇതാണ് പിന്നെ ഇത് കണ്ടോ ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ അയ്യോ ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു റാം അത് തന്നെ റാം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ റാം ഇതാണ് പണ്ടറിയായിരുന്നു പണ്ടൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് കുറേയൊക്കെ അറിയുന്നു ഇപ്പോൾ ഉപയോഗമൊന്നുമില്ല ഇപ്പോൾ പൊളി മാത്രമല്ലേ ഉള്ളൂ കാരണം ഇതിനെക്കുറിച്ച് പേരൊന്നും കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഇത് റാമാണെന്ന് തോന്നുന്നു ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ റാമെന്ന് തോന്നുന്നു ഇതും ഈ പറയുന്ന പോലെ ഗോൾഡ് വേർതിരിച്ചെടുക്കാനായിട്ട് കൊണ്ടുപോകുന്നു ഇതിൻ്റെ അകത്തും ഗോൾഡ് ഉണ്ട് ഏതോ നിസ്സാര പെർസെൻറ്റേജ് അപ്പോൾ ഇതും ഗോൾഡ് വേർതിരിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇത് പഴുപ്പിച്ചിട്ട് ഉരുക്കിയിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവം അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ അകത്തുള്ളത് ഇവനൊക്കെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് മെയ്ഡ് ഇൻ തായ്വാനാണ് നോക്കി ഗൈസ് മെയ്ഡ് ഇൻ കാണുന്നുണ്ടോ മെയ്ഡ് ഇൻ തായ്വാൻ ഓക്കെ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഇത് കാലി ഇതിൻ്റെ അകത്തൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലുള്ള സംഭവങ്ങൾ പിന്നെയെന്ന് പറഞ്ഞാലേ എന്താ പറയുക നമുക്ക് ഈ SMBS ഒന്ന്
അഴിച്ചു നോക്കി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്ന്. മേ ബി ഒരു ബോർഡും ഉണ്ടാവും, ഈ പറഞ്ഞ ഒരു ഫാനും ഉണ്ടാവുള്ളൂ. എന്തായാലും അതൊന്ന് അഴിച്ചു നോക്കാം ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഡി ഡ്രൈവ് അഴിക്കണം നോക്കാം, അഴിക്കണമെന്നുള്ളത് നോക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എന്തായാലും ഒന്ന് അഴിക്കാം. ഇതിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ടാവും, പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റൊക്കെ ഉണ്ടാവും. അത് നല്ല ഭംഗിയാണത്. അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് നോക്കാം, ഇതൊന്ന് അഴിച്ചു നോക്കാം. പക്ഷെ ഇത് അഴിക്കണമെന്നുണ്ട് ഈ സാധനമൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ് ഇതിൻ്റെ സംഭവം. നോക്കൂ ഗൈസ്, ഇത് അതിൻ്റെ മദർ ബോർഡ്, അതിൻ്റെ ഫാന്, അതിൻ്റെ ഫാനിൻ്റെ ഉള്ളിലിരിക്കുന്ന പിന്നെ ഇത് അതായത് ഹാർഡ് ഡിസ്ക്, SMPS, ഒരു ഹാർഡ് ഡിസ്ക് കൂടി, CD ഡ്രൈവ്. ഇത്രയേ ഉള്ളൂ ഒരു കമ്പ്യൂട്ടറിൻ്റെ CPU-ലിരിക്കുന്ന സാധനങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഓരോന്ന് അഴിക്കുന്ന കാണിച്ചാൽ